ഇതാണ് ആ 2.5 ഏക്കർ. ഏത് തെങ്ങും മാവും പ്ലാവും പൂച്ചെടികളും ചെമ്പങ്ങളും കോഴിയും പശുവും ആടും പൂച്ചയും ഒക്കെ ഉണ്ടായിരുന്ന നമ്മളെ ബഷീറിന്റെ പൂങ്കാവ്. ഇക്ക മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മ ദിനമായ ജൂലൈ 5 ബേപ്പൂരിലെ വൈലാലിൽ വീട്ടിലേക്കാണ് ഈ യാത്ര. അതെ, ബേപ്പൂർ സുൽത്താന്റെ സാമ്രാജ്യത്തിലേക്ക്. ഞാൻ ചെന്നപ്പോൾ അവിടെ യൂണിറ്റ് FC മാവിൽ സംഘടിപ്പിക്കുന്ന ഭിന്നശേഷി കുട്ടികളുടെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ബഷീർ കഥാപാത്രങ്ങൾ പുനർജനിപ്പിച്ചുകൊണ്ട് ആ കുട്ടികൾ അവതരിപ്പിച്ച നാടകവും പ്രചന്നവേഷങ്ങളും മനോഹരമായിരുന്നു. അപ്പോഴേക്കും മുഖ്യാതിഥികളായ വാക്കുകളുടെ മാന്ത്രികൻ ഫിലിപ്പ് മമ്പാടും നമ്മളെ മൂസക്കായി വിനോദ് കൗർ എത്തി. പിന്നെ മൂസക്കായുടെ വക പാട്ടും മേളവും ആകപ്പാട് പിള്ളേർക്കും വന്നവർക്കും കണ്ടവർക്കും ഒക്കെ സന്തോഷം. പിന്നെ ഞാൻ നേരെ വീടിന്റെ പിൻഭാഗത്ത് ബേപ്പൂർ സുൽത്താന്റെ ഓർമ്മകളിലൂടെ ഒരു യാത്ര എന്ന പേരിൽ നടത്തിയ പ്രദർശനം നടക്കുന്നിടത്ത് ചെന്നു. അവിടെ ശരിക്കും ആ ജീവിതവൈകളുടെ നിറഞ്ഞ ചിത്രം തന്നെ കാണാനുണ്ടായിരുന്നു. ബഷീറിനെ കുറിച്ച് മറ്റുള്ള എഴുത്തുകാർ എഴുതിയ പുസ്തകങ്ങൾ, ജീവിത നിമിഷങ്ങളുടെ ഓർമ്മ ചിത്രങ്ങൾ, അദ്ദേഹം മരിച്ച ദിവസത്തെ പത്രങ്ങൾ, ബഷീർ എഴുതിയ പുസ്തകങ്ങൾ, അങ്ങനെ അനേകം കാഴ്ചകൾ. അടുത്തതായി ശരിക്കും നമ്മൾ കാണുന്ന സ്ഥലം അതെ വയലാലിൽ വീട്ടിനകത്തേക്ക് ചെന്നു. അവിടെ നിറയെ ആളുകളാണ്. ഈ ദിവസം അത്രയ്ക്ക് തിരക്കാൻ അവരുടെ വീട്ടിലുണ്ടാവും. അവിടെ ഒരു മുറി തന്നെ ബഷീറിന്റെ ഓർമ്മകൾക്കായി മാറ്റി വെച്ചിട്ടുണ്ട്. അദ്ദേഹം ഉപയോഗിച്ച കണ്ണടകൾ, ചാരുകസേര, ഗ്രാമഫോൺ, പുസ്തകങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ബഷീറിന്റെ കുടുംബം മോനും മോളൊക്കെ ഇപ്പോഴും അവിടെ താമസിക്കുന്നുണ്ട്. അവരിങ്ങനൊരു അവസരം സാഹിത്യപ്രേമികൾക്ക് ഒരുക്കുന്നത് വലിയ കാര്യം തന്നെയാണ്. അങ്ങനെ ആ മഹാമനുഷ്യനെ സ്മരിച്ചുകൊണ്ട് 2 ഏക്കർ സാമ്രാജ്യത്തിൽ നിന്നും പതിയെ വിടുവായി.